കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലയായ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിന്റെ ഒരു പഠന ശിബിരമാണ് സീക്കാറ്റ്. സീക്കാറ്റിന്റെ കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾ വളരെ താല്പര്യപൂർവ്വം നിരീക്ഷിക്കുകയും പ്രതികരണങ്ങൾ എഴുതി അറിയിക്കുകയും ചെയ്തതിന് ഏവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം വിശ്വാസം എന്നുള്ളതാണ്. മതബോധന ഗ്രന്ഥത്തിലെ 1-ാം ഭാഗത്തിലെ 3-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സുകൾ നയിക്കുന്നതും ചർച്ചകൾ മുമ്പോട്ട് കൊണ്ടുപോകാനായി നമ്മോടൊപ്പമായിരിക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായ CBCI ദേവീശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ റെവറൻഡ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. അച്ഛനെ വളരെ ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് മണ്ഡലം സെന്റ് ജൂഡ് സൺഡേ സ്കൂളിലെയും വിളക്കന്നൂർ ക്രിസ്തുരാജ സൺഡേ സ്കൂളിലെയും മതാധ്യാപകരാണ്. നിങ്ങളെയും ഈ എപ്പിസോഡിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ചർച്ചകൾ നയിക്കുന്നതിനും ക്ലാസ് നയിക്കുന്നതിനുമായി അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സീക്യാറ്റിൻ്റെ മുൻ എപ്പിസോഡുകളോട് പ്രേക്ഷകർ നടത്തിയ നല്ല പ്രതികരണങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളോടൊത്ത് യുവജനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ക്ലാസ്സിൽ മതാധ്യാപകരാണ് ഉണ്ടായിരിക്കുന്നത്. മതാധ്യാപകർ തന്നെയാണ് ഈ മതബോധന ഗ്രന്ഥം പഠിക്കാനും പഠിപ്പിക്കാനും ഏറ്റവും അനുയോജ്യരായവർ എന്നുള്ള നിലയിലാണ് നിങ്ങൾ ഇതിൽ പങ്കെടുക്കേണ്ടി വരുന്നത്. പ്രത്യേകം സ്വാഗതവും നിങ്ങളുടെ സാന്നിധ്യത്തിന് നന്ദിയും അറിയിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് സഭയുടെ വിശ്വാസം എന്ന സത്യത്തെക്കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിക്കുകയുണ്ടായി ദൈവം മനുഷ്യകുലത്തിന് തന്നെ വെളിപ്പെടുത്തുന്നു എന്നുള്ള സത്യം. ദൈവം മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ വെളിപാടിനെ മനുഷ്യൻ സ്വീകരിക്കുമ്പോഴാണ് ആ വെളിപാടിന് അർത്ഥമുണ്ടാകുന്നത്. ആ വെളിപാട് രക്ഷാകരമായി തീരുന്നു. ദൈവീക വെളിപാടിനോടുള്ള മനുഷ്യൻ്റെ പ്രതികരണമാണ് വിശ്വാസം. വളരെ ലളിതമായി പറഞ്ഞാൽ അതാണ്. ദൈവം നൽകുന്ന വെളിപാടിനോടുള്ള മനുഷ്യ വ്യക്തിയുടെ പ്രതികരണമാണ് വിശ്വാസം. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നു. നിങ്ങളത് സ്വീകരിക്കുമ്പോഴാണ് എൻ്റെ നൽകൽ പൂർത്തിയാകും, ഇല്ലേ? നിങ്ങളത് തട്ടിക്കളഞ്ഞു എന്ന് പറയാം. ഇയാളുടെ സമ്മാനമൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്നും പറഞ്ഞ് നിങ്ങളത് തട്ടി ദൂരോട്ട് കളഞ്ഞു. അപ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ നൽകൽ എന്ന പ്രവൃത്തി പൂർണ്ണമായി, ഇല്ലേ? അതായത് സ്വീകരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് എൻ്റെ നൽകൽ വൃഥാവിലായിപ്പോയി എന്നതുപോലെയാണ് ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. തൻ്റെ സ്നേഹത്തിലൂടെ മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വെളിപാടിനെ ആരും സ്വീകരിക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ അർത്ഥമില്ലാത്തതായി തീരുക, അല്ലേ? മനുഷ്യൻ കുറേ പേരെങ്കിലും ആ വെളിപാടിനെ സ്വീകരിക്കുകയും ആ വെളിപാടിനെ രക്ഷയുടെ വഴിയായി അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവീക വെളിപാട് പൂർണ്ണമാകും. അപ്പോൾ ദൈവത്തിൻ്റെ വെളിപാടിനോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരമാണ് വിശ്വാസം, അല്ലെങ്കിൽ വെളിപാടിനോടുള്ള മനുഷ്യൻ്റെ പ്രതികരണമാണ് വിശ്വാസം, അല്ലേ? അതുകൊണ്ട് ഈ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിശ്വാസത്തിന് 2 തലങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. എന്താണ് നമ്മൾ വിശ്വസിക്കുക? അത് പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത്, വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം, അത് പ്രസക്തമായൊരു വിഷയം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസം നമുക്ക് പകർന്നു തരുന്ന അല്ലെങ്കിൽ വെളിപാട് നമുക്ക് നൽകുന്ന വ്യക്തിയുടെ വിശ്വാസ്യത, ഇല്ലേ? നിങ്ങളൊരു കാര്യം വിശ്വസിക്കുന്നത്, ഒരു കാര്യം നല്ലതാണെന്ന് കേട്ടു, പക്ഷേ അത് പറയാൻ അധികാരമുള്ള ആൾ പറഞ്ഞപ്പോഴാണ് അത് മനുഷ്യന് വിശ്വസിക്കാൻ തോന്നുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പ്രധാനമന്ത്രി 1000, 500 രൂപ നോട്ടുകൾ അസാധുവാക്കി.
അല്ലേ? അതിനെക്കുറിച്ച് ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായം കാണും. ഈ പ്രധാനമന്ത്രി ഇത് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് നമ്മളത് വിശ്വസിച്ചത്. വഴിയെ പോകുന്ന ആരെങ്കിലും വിളിച്ച് പറഞ്ഞു നാളെ മുതൽ 1000, 500 നോട്ട് അസാധുവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും നമ്മുടെ കയ്യിലുള്ള നോട്ടുമായിട്ട് നെട്ടോട്ട് കൊടുക്കും? ഇല്ല. അതായത് പറയുന്നയാളുടെ ആധികാരികത, വിശ്വാസ്യത വിശ്വാസത്തിന് വിഷയമാണ്. പറഞ്ഞ കാര്യം മാത്രമല്ല വിശ്വാസത്തിൻ്റെ വിഷയം, പറയുന്നയാളുടെ ആധികാരികത വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാന വിഷയമാണ്, അല്ലേ? അപ്പോൾ വിശ്വാസത്തിന് വെളിപ്പെടുത്തപ്പെട്ട സത്യം വിശ്വാസത്തിൻ്റെ വിഷയമാണ്. വെളിപാട് നൽകുന്ന വ്യക്തി വിശ്വാസത്തിൻ്റെ വിഷയമാണ്, അല്ലേ? ആ വ്യക്തിയിൽ വിശ്വസിക്കാതെ ആ വ്യക്തി പറഞ്ഞ കാര്യത്തിൽ മാത്രം വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല. അത് ശരിയായ വിശ്വാസമല്ല. ചിലർ പറയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, അങ്ങനെ ദൈവത്തിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുകയല്ല, അല്ല ഈശോ മിശിഹ ദൈവപുത്രനാണെന്നും ഞങ്ങൾ വിശ്വസിക്കുകയല്ല. പക്ഷേ ഈശോ പറഞ്ഞ നല്ല കാര്യങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചോളാം. ഏതാണ്? ശത്രുക്കളെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, ആരെ ഉപദ്രവിക്കാതെ ജീവിക്കുക, പരോപകാര പ്രവൃത്തി ചെയ്യുക. ഈശോ ഇങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ നല്ല കാര്യങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചോളാം, ഈശോയെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് മടിയാണ് എന്ന് പറയുന്നവർ. അത് ശരിയാണോ? അതെയോ? അല്ല. കാരണം ഈശോയെ സ്വീകരിക്കുന്നതിന് തുല്യമാണ് ഈശോ പറഞ്ഞതിനെ സ്വീകരിക്കുക. അപ്പോൾ ഈ വിശ്വാസത്തിന് ഈ 2 മാനങ്ങളുണ്ട്. ഈശോ എന്ന വ്യക്തിയെ, അല്ലെ വെളിപാട് നൽകുന്ന ദൈവത്തെ അംഗീകരിക്കുക എന്നുള്ളതും ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളെ സ്വീകരിക്കുക എന്ന് പറയുന്നതും വിശ്വാസത്തിൻ്റെ മാനങ്ങളാണ്, അല്ലേ? നമ്മൾ എന്തിലാണ് വിശ്വസിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്തിനാ വിശ്വസിക്കേണ്ടത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൽ നാം വിശ്വസിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം, അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ വിഷയം. മനസ്സിലാകുന്നു? ഇനി ഈ വിശ്വാസം എന്ന് പറയുന്നത് ദൈവിക വെളിപാടിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. ദൈവം വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ മനുഷ്യന് വിശ്വസിക്കാനൊന്നുമില്ല, അല്ലേ? മനുഷ്യന് വിശ്വസിക്കാനില്ല. ദൈവം വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് അത് ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തി തരാൻ തിരുമനസ്സാകുമ്പോൾ ആണ് വിശ്വാസം ആരംഭിക്കുക. അപ്പോൾ വിശ്വാസത്തിൻ്റെ തുടക്കം ദൈവത്തിൽ നിന്നാണ്. വിശ്വാസത്തിലേക്ക് ഒരു വ്യക്തിയെ ആകർഷിക്കുന്നത് ദൈവമാണ്. ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 3 വട്ടം ആവർത്തിക്കുന്നൊരു വചനമുണ്ട്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കൽ വരിക സാധ്യമല്ല. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധ്യമല്ല. എന്താ അതിൻ്റെ അർത്ഥം? ദൈവപിതാവിൻ്റെ ആകർഷണ വലയത്തിലാകുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിന് ഒരു ദൈവീകമാനമുണ്ട്. അതേസമയം വിശ്വാസം മാനുഷികമായൊരു വിഷയം കൂടി. ദൈവം ഈ വിശ്വാസം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. ആ വിശ്വാസത്തെ നാം സ്വീകരിച്ച് ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയുമ്പോഴാണ് അതിൻ്റെ മാനുഷികമാനം പൂർത്തിയാവും. വെളിപാടിനെ മനുഷ്യൻ സ്വീകരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറഞ്ഞു. വെളിപ്പെടുത്തുന്ന ദൈവവും സ്വീകരിക്കുന്ന മനുഷ്യനും ഒരുപോലെ പങ്കുവഹിക്കുന്ന സത്യമാണ് വിശ്വാസം. മനസ്സിലാകുന്നു? വെളിപ്പെടുത്തുന്ന ദൈവത്തിന് ഒരു വലിയ പങ്കുണ്ട് വിശ്വാസത്തിൽ. ആ വെളിപാടിനെ സ്വീകരിക്കാൻ സന്നദ്ധമാകുന്ന മനുഷ്യൻ്റെ തീരുമാനത്തിന്, അവൻ്റെ അറിവിന്, അവൻ്റെ സ്വാതന്ത്ര്യത്തിന് ഒക്കെ വിശ്വാസത്തിൽ അർത്ഥമുണ്ട്. ഒരാളെ ബലം പ്രയോഗിച്ച് വിശ്വസിപ്പിക്കാൻ പറ്റിയത്, ഒരാളെ പ്രലോഭിപ്പിച്ച് വിശ്വസിക്കാൻ പറ്റിയത്. ഞാൻ നിനക്ക് 50,000 രൂപ തരാം, നീ വന്ന് മാമോദീസ സ്വീകരിച്ചോ എന്ന് പറഞ്ഞ ഒരാൾ വന്ന് മാമോദീസ സ്വീകരിച്ച അയാൾ വിശ്വാസിയാണോ? അല്ല. ആരെയും പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ ഇതാ ഈ ഇന്ന മതം സ്വീകരിച്ചില്ല എങ്കിൽ നിന്നെ വെടിവെച്ചു കൊല്ലും എന്ന് പറഞ്ഞ് തോക്കിൻ മുനയിൽ നിർത്തി ഒരാളെ വിശ്വസിപ്പിച്ചാൽ അത് വിശ്വാസമാണ്? അല്ല. വിശ്വാസം ഒരു വ്യക്തിയുടെ പൂർണ്ണമായ
അറിവോടെ, സമ്മതത്തോടെ, സ്വാതന്ത്ര്യത്തോടെ നടത്തേണ്ട പ്രക്രിയയാണ് എന്ന കാര്യം നമ്മൾ ഓർക്കുക. മൂന്നാമതായി വിശ്വാസത്തെക്കുറിച്ച് ഈ അധ്യായത്തിൽ പറയുന്ന ആശയം, വിശ്വാസം സഭാത്മകമായൊരു പ്രവൃത്തിയാണ്. ഞാനെന്ന വ്യക്തി ഒറ്റപ്പെട്ട് വിശ്വസിക്കുന്ന കാര്യമല്ല. എനിക്കിഷ്ടമുള്ളതും എനിക്ക് സ്വീകാര്യമായതുമായ കുറേ കാര്യങ്ങളെ ഞാനങ്ങ് സ്വീകരിക്കുന്നതല്ല എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, പരിശുദ്ധ ത്രിത്വം, 3 ആളുകൾ, ഒരു ദൈവം. നിങ്ങൾ മതബോധന ക്ലാസ്സിൽ പിള്ളേർ ചോദിച്ചപ്പോൾ ഏറ്റവും വേർത്തിട്ടുള്ള വിഷയമായിരിക്കും ഈ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ, അല്ലേ? പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പിള്ളേർ ചോദിക്കുമ്പോഴെല്ലാം നിങ്ങൾ അങ്കലാപ്പിലായിട്ടുണ്ട്. ദൈവം ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കും? ഇതാർക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ മേലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് പകരം നിങ്ങൾ ചിന്തിക്കുകയെന്ന് വിചാരിച്ചു, എന്തിനാ ഈ പുലിവാല് പിടിക്കാൻ പോകുന്നു? 3 ആളോ ഒന്നാണെന്ന് ഇതൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ട്? പകരം ഞാനങ്ങ് തീരുമാനിക്കുകയാണ്, ദൈവം ഒന്നേ ഉള്ളൂ, 3 ആൾ ഒന്നെന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. വിശ്വാസം എന്ന് പറയുന്നത് സഭയുടെ പൊതുവായ വിശ്വാസത്തിലുള്ള പങ്കാളിത്തം എന്ന തലം വിശ്വാസത്തിനുണ്ട്. അതുകൊണ്ടാണ് തിരുസഭ വിശ്വാസ സത്യങ്ങൾ നിർവചിക്കുക. മാതാവ് സ്വർഗാരോപണം ചെയ്തു എന്ന് സഭ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ കത്തോലിക്കർക്ക് പറയാൻ പറ്റിയല്ല, മാതാവ് ഉള്ളത് നല്ലതാണ്, മാതാവിലൊക്കെ ഞങ്ങൾ വിശ്വാസമുണ്ട്, മാതാവ് ആത്മശരീരങ്ങളോട് സ്വർഗത്തിൽ പോയി എന്നൊന്നും ഞാൻ വിശ്വസിക്കുകയല്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വിശ്വാസികളല്ല. കാരണം എന്താണ്? വിശ്വാസത്തിന് സഭയുടെ പ്രബോധനത്തിലൂടെ നൽകുന്ന സത്യങ്ങൾ സ്വീകരിക്കുക എന്ന ഉത്തരവാദിത്വം. കാരണം വിശ്വാസം ഒരു ഒറ്റപ്പെട്ട വ്യക്തിയുടെ വിശ്വാസമല്ല, മറിച്ച് ഈശോ ഈ വിശ്വാസം ഭരമേൽപ്പിച്ചത് തിരുസഭയെയാണ്. ഈശോ വെളിപാട് ഭരമേൽപ്പിച്ചത് തിരുസഭയെയാണ്. സഭയിലൂടെയാണ് നമുക്ക് വെളിപാടുകൾ കിട്ടിക്കൊണ്ടിരിക്കുക, അല്ലേ? അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ വഴിത്താരയിൽ സഭയ്ക്ക് വലിയ ഒരു പങ്കുണ്ട്, വലിയൊരു മാധ്യസ്ഥ്യം വഹിക്കാനുണ്ട്. നമുക്കും ദൈവത്തിനുമിടയിലെ മധ്യസ്ഥയായി വിശ്വാസത്തിൻ്റെ വഴിത്താരയിൽ വെളിപാടുകളെ സ്വീകരിച്ച് നൽകുന്നത് ആരാണ്? തിരുസഭയാണ്. അതുകൊണ്ട് സഭയുടെ വിശ്വാസത്തോട് ചേർന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് അത് സത്യവിശ്വാസമായി തീരുന്നത് എന്നോർക്കുക. അവസാനമായി അധ്യായം ചർച്ച ചെയ്യുന്നത് എന്തിനാ വിശ്വസിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ വിശ്വസിക്കുക? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ വിശ്വസിക്കുന്നു എന്ന് പറയും? നമ്മൾ നിത്യരക്ഷ പ്രാപിക്കാനാണ് വിശ്വാസം. പിതാവായ ദൈവം യേശു മിശിഹായിലൂടെ വെളിപ്പെടുത്തിയ നിത്യരക്ഷ നാം സ്വീകരിക്കുന്നു. അതെങ്ങനെയാണ്? ഈശോയെ സ്വീകരിക്കുമ്പോൾ, അവിടുത്തെ വചനം സ്വീകരിക്കുമ്പോൾ, അവിടുന്ന് സ്ഥാപിച്ച സഭയിലൂടെ തരുന്ന രക്ഷയുടെ വഴികളെ പ്രയോജനപ്പെടുത്തുമ്പോൾ വിശ്വാസം നമുക്ക് നിത്യരക്ഷയിലേക്കുള്ള വഴിയായി മാറുന്നു എന്ന സത്യം. അതുകൊണ്ട് വിശ്വാസവും നിത്യരക്ഷയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. വിശ്വസിക്കാത്തവൻ രക്ഷിക്കപ്പെടുമോ? ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രതിസന്ധികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ ചർച്ചകളിൽ ആ വിഷയങ്ങളെല്ലാം കടന്നു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം, നിങ്ങൾ വലിയ പണ്ഡിതന്മാരായ മതാധ്യാപകരാണ് എന്ന് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്, അല്ലേ? തീർച്ചയായും അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ വളരെ അർത്ഥമുള്ളതും ആഴമുള്ളതുമാണ്. വാസ്തവത്തിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ശാലോമിൻ്റെ ലോകമാസകലമുള്ള പ്രേക്ഷകർ വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ആണ് നിങ്ങളുടെ വായിലൂടെ പുറത്തു വരേണ്ടത്. ആ അർത്ഥത്തിൽ നിങ്ങൾ ഈ ചർച്ചയിലേക്ക് ഗൗരവമായി പ്രവേശിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. നിങ്ങൾക്ക് വളരെ ലളിതവും പ്രായോഗികമായ രീതിയിൽ അച്ഛൻ്റെ ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മനസ്സിലായി. നമ്മുടെ മനസ്സിൽ അച്ഛൻ ഈ ക്ലാസ്സിനെ വിശദീകരിച്ചപ്പോൾ
ചില സംശയങ്ങളൊക്കെ തീർച്ചയായും തോന്നിയിട്ടുണ്ടാകും. ആ സംശയങ്ങൾ അച്ഛനോട് നേരിട്ട് ചോദിക്കുവാനും ഉത്തരങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു സമയമാണിത്. ആരാണ് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? നമ്മുടെ ക്രിസ്തുരാജ സൺഡേ സ്കൂളിലെ പോൾ സാറാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്. പോൾ സാർ, ചോദിക്കൂ. ഇന്നത്തെ ക്ലാസ്സുകളിൽ നിന്ന് ദൈവത്തിൽ മാത്രമേ വിശ്വസിക്കാവൂ എന്ന് അച്ഛൻ പറഞ്ഞു. എന്നാൽ കത്തോലിക്ക സഭയിൽ നിന്ന് മാതാവിനോടും വിശുദ്ധരോടും നാം പ്രാർത്ഥിക്കുന്നു, നൊവേന ചൊല്ലുകയും ചെയ്യുന്നു. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ? പോൾ സാറിൻ്റെ ചോദ്യം വിശ്വാസവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വളരെ പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. അതായത് ദൈവത്തിൽ വിശ്വസിക്കുക, അതേസമയം കത്തോലിക്ക സഭ കുറേ പുണ്യാളന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു, അതിനെ വണങ്ങുന്നു, ഇപ്രകാരമുള്ള നിലപാടുകൾ ശരിയോ? ദൈവത്തിൽ മാത്രമേ വിശ്വസിക്കാവൂ എന്നുള്ളത് സഭയുടെ അടിസ്ഥാന പ്രബോധനമാണ്. വിശുദ്ധന്മാരെ നമ്മൾ എന്നാ ചെയ്യുന്നത്? വിശുദ്ധന്മാരിൽ നമ്മൾ വിശ്വസിക്കുകയല്ലേ ചെയ്യുന്നത്? വിശുദ്ധന്മാരെങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ചു എന്ന സത്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. അവരുടെ വിശ്വാസ മാതൃകയെ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്നു. ദൈവത്തിൽ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന വിശ്വാസത്തെ ഒരു വിധത്തിലും നിഷേധിക്കുന്നതോ നിരാകരിക്കുന്നതോ അല്ല വിശുദ്ധരോടുള്ള നമ്മുടെ ആദരവും വണക്കവും. വിശുദ്ധര് ദൈവത്തിൽ വീരോചിതമായി മാതൃകാപരമായി വിശ്വസിച്ചവരാണ്. അവരുടെ വിശ്വാസത്തെ നമ്മുടെ വിശ്വാസയാത്രയിൽ എങ്ങനെ മാതൃകയാക്കാം എന്നുള്ളതാണ് വിശുദ്ധരെ ആദരിക്കുന്നതിലൂടെ, വിശുദ്ധരെ വണങ്ങുന്നതിലൂടെ നാം ലക്ഷ്യമാക്കുന്നത്. ഇതൊരിക്കലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളല്ല, പരസ്പര പൂരകങ്ങളാണ് എന്ന സത്യം നാം തിരിച്ചറിയും. അതിനോട് ചേർത്തുകൊണ്ട്, സാറിൻ്റെ ചോദ്യത്തിനോട് ചേർത്തുകൊണ്ട് പ്രേക്ഷകർ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എന്താണ് സത്യത്തിൽ വിഗ്രഹ ആരാധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുട്ടികൾ പലപ്പോഴും സൺഡേ സ്കൂളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നത് വിഗ്രഹ ആരാധനയാകുന്നില്ലേ എന്നുള്ളത്. യെസ്, അതും ന്യായമായൊരു ചോദ്യം തന്നെയാണ്. വിഗ്രഹാരാധനയും രൂപങ്ങളോടുള്ള വണക്കവും രണ്ടും രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ തന്നെ ആ ദേവചൈതന്യം ആവാഹിക്കുന്നുവെങ്കിൽ അതിനെ വിഗ്രഹം എന്ന് പറയും. ഇവിടെ രൂപങ്ങൾ യാഥാർത്ഥ്യത്തെ ഓർമ്മിക്കാനുള്ള കേവലം ഉപാധികൾ മാത്രം. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും വിഗ്രഹമല്ല. ഈ രൂപത്തെ അല്ല ആരാധിക്കുക, ആ രൂപത്തിലൂടെ നാം അനുസ്മരിക്കുന്ന സത്യത്തെയാണ് നാം ആരാധിക്കുക. തന്നെയല്ല, രൂപങ്ങളെ, വിശുദ്ധരുടെ രൂപങ്ങളെ നാം ഒരിക്കലും ആരാധിക്കുന്നില്ല, അവയെ വണങ്ങുന്നു. വണങ്ങുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ബഹുമാനിക്കുന്നു, അത്രേ ഉദ്ദേശിക്കുന്നു. ഓക്കെ, താങ്ക് യു അച്ഛാ. അത് വളരെ കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? മണ്ഡലം സൺഡേ സ്കൂളിലെ മതാധ്യാപിക അനു ടീച്ചറാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. ചോദിക്കൂ ടീച്ചർ. ഒരു വ്യക്തി മാമോദീസ സ്വീകരിച്ചപ്പോൾ തൊട്ട് അയാൾ ഒരു വിശ്വാസിയാകുന്നുണ്ടോ? അനു ടീച്ചറിൻ്റെ ചോദ്യം ഇതാണ്. ഒരു വ്യക്തി മാമോദീസ സ്വീകരിച്ചത് കൊണ്ട് മാത്രം വിശ്വാസിയാകുമോ? ഇതാണ് ചോദ്യം. മാമോദീസ സ്വീകരിച്ചത് കൊണ്ട് മാത്രം വിശ്വാസിയാകുമോ എന്ന് ചോദിച്ചാൽ, മാമോദീസ എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രക്രിയയിലെ നിർണായകമായ ഒരു ചുവടുവയ്പ്പാണ്. ഒരു വ്യക്തി വിശ്വാസത്തിൻ്റെ വഴിയിൽ യേശുവിനെക്കുറിച്ച് അറിഞ്ഞു, യേശുവിനെ പഠിച്ചു, തിരുസഭയെ മനസ്സിലാക്കി, തിരുസഭയുടെ പ്രബോധനങ്ങൾ സ്വീകരിക്കുന്നു. അപ്രകാരമുള്ള ഒരു വിശ്വാസ പ്രക്രിയയുടെ വഴിത്താരയിലെ ഏറ്റവും നിർണായകമായ ഒരു ചുവടുവയ്പ്പാണ് മാമോദീസ. അതുകൊണ്ട് മാമോദീസ ഒരു ചെറിയ കാര്യമായിട്ട് നമ്മൾ എടുക്കരുത് ഒരിക്കലും. മാമോദീസ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം അതിൻ്റെ വളർച്ചയുടെ ഉന്നത തലത്തിലെത്തി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇനി മാമോദീസ സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ രക്ഷ സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താണ്? മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ വ്യക്തി വിശ്വാസത്തിൻ്റെ വഴിയിൽ എപ്രകാരം ജീവിക്കണം എന്ന് ദൈവം നിർദ്ദേശിച്ചിട്ടുണ്ട്. യേശുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട്, യേശുവിൻ്റെ പ്രബോധനങ്ങൾ
ആ വ്യക്തി വിശ്വസിക്കുന്നു എന്ന് ജീവിതം കൊണ്ട് അയാൾ സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് അയാൾ യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും, അല്ലേ? അതുകൊണ്ട് മാമോദീസ എന്ന ഒരൊറ്റ കർമ്മം കൊണ്ട് മാത്രം ഒരു വ്യക്തി വിശ്വാസത്തിൻ്റെ വഴിയിൽ പൂർണ്ണതയിലെത്തിയെന്നോ രക്ഷയ്ക്ക് അർഹമായെന്നോ സഭ പഠിപ്പിക്കുന്നില്ല. മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തി തൻ്റെ ജീവിതം കൊണ്ട് ഈശോമിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് ആ വ്യക്തിയുടെ വിശ്വാസം വളരുന്നതും നിത്യരക്ഷയ്ക്ക് അർഹമായിത്തീരുന്നത്. താങ്ക് യു അച്ഛ. ഇനി ആരാണ് അച്ഛനോട് ചോദ്യം ചോദിക്കുന്നത്? സിസ്റ്ററാണ്, സോണിയ സിസ്റ്റർ, മണ്ഡലം ഇടവകയിലെ മതാധ്യാപികയാണ്. സിസ്റ്റർ ചോദിക്കും. അച്ഛ, വിശ്വാസം നിത്യരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. വിശ്വസിക്കുകയും മാമോദീസ സ്വീകരിക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടുമെന്ന് വചനം പറയുന്നു. അന്യമതത്തിൽ വിശ്വസിക്കുന്നവർ ശിക്ഷിക്കപ്പെടുമോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സിസ്റ്റർ ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ വിളക്കന്നൂർ സൺഡേ സ്കൂളിലെ കുസുമൻ ടീച്ചർ ഈ ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ തന്നെ അച്ഛനോട് ഒരു ചോദ്യം ചോദിക്കണമെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഇതിനോട് ചേർത്ത് പറയാവുന്ന ഒരു ചോദ്യമായിരിക്കും. ടീച്ചർ ചോദിക്കും അത്. അച്ഛ, ക്രിസ്ത്യാനിയായ ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചാൽ പിന്നെ അവർക്ക് കൂദാശകളൊന്നും സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ അവർക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? യെസ്, വിശ്വാസത്തിൻ്റെ വഴിയിൽ സഭയിലുള്ള അംഗത്വം അതുപോലെ കൂദാശ ജീവിതം നിത്യരക്ഷയ്ക്ക് എത്രമേൽ ആവശ്യമാണ് എന്നുള്ളതാണ് ഈ രണ്ട് ചോദ്യത്തിൻ്റെയും പിന്നിലുള്ള പ്രചോദനം, അല്ലേ? അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്, സഭ ഒരിക്കലും അന്യമതസ്ഥര് നാശത്തിൻ്റെ വഴിയിലാണെന്നോ അവരൊരിക്കലും രക്ഷിക്കപ്പെടുകയില്ല എന്നോ സഭ പഠിപ്പിച്ചിട്ടേയില്ല. മറിച്ച് സഭയുടെ പ്രബോധനം ഇത്രയാണ്: രക്ഷയുടെ ഏക മാർഗം മനുഷ്യാവതാരം ചെയ്ത ഈശോമിശിഹായ, ആ ഈശോമിശിഹായെ അറിഞ്ഞ് സ്നേഹിച്ച് അവനെ രക്ഷകനായി സ്വീകരിച്ച് അവൻ്റെ തുടർച്ചയായ സഭയിൽ അംഗമായി വിശ്വാസ ജീവിതം നയിക്കുക എന്നതാണ് രക്ഷയുടെ ഏറ്റവും സുനിശ്ചിതമായ മാർഗം. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ ഇതര മതസ്ഥര് അവർ യേശുവിനെ ചിലർ അറിഞ്ഞിട്ടുണ്ടാകാം, ചിലർ അറിഞ്ഞിട്ടില്ലാകാം, അവർക്ക് ഈശോയെക്കുറിച്ച് താല്പര്യമില്ല, അവരപ്രകാരം ജീവിക്കുന്നു. പക്ഷെ അവരവരുടെ മനസാക്ഷി അനുസരിച്ച് വളരെ നല്ല നിലയിൽ ജീവിക്കും. നമുക്കറിയാം മഹാത്മാഗാന്ധി, അദ്ദേഹം ക്രിസ്ത്യാനിയായിട്ടൊന്നുമില്ല, പക്ഷേ ഏതൊരു ക്രിസ്ത്യാനിയേക്കാളും നന്നായി ക്രിസ്തു മാർഗം ജീവിച്ച ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി എന്ന് നമുക്കറിയാം. ഒരു വ്യക്തി, സഭയുടെ പ്രബോധനം ഇതാണ്, ഒരു വ്യക്തി തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ദൈവപുത്രൻ്റെ വഴിയിലേക്ക് കടന്നു വരാതിരിക്കുകയും എന്നാൽ സ്വന്തം മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് കുരിശിലെ വരപ്രസാദം ദൈവം സംലഭ്യമാക്കാം. ഇതര മതസ്ഥര് അവരുടെ മതത്തിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ട് രക്ഷ പ്രാപിക്കുന്നു എന്ന നിലപാട് സഭയ്ക്കില്ല. അതേസമയം ആ മനുഷ്യരുടെയും രക്ഷയ്ക്ക് നിമിത്തമാകുന്ന വരപ്രസാദം കാൽവരിയിലെ കുരിശിൽ നിന്ന് തന്നെയാണ് ഒഴുകുന്നത്. കാരണം അത് മാത്രമേ രക്ഷയുടെ വഴിയുള്ളൂ. കുരിശിൽ നിന്നൊഴുകുന്ന ആ വരപ്രസാദം ഇതര മതസ്ഥർക്കും ദൈവത്തിന് മാത്രം അറിയാവുന്ന വഴികളിലൂടെ ദൈവം സംലഭ്യമാക്കുന്നു. ഇതര മതസ്ഥനായൊരു വ്യക്തി അവൻ്റെ മനസാക്ഷി അനുസരിച്ച് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുമ്പോൾ ആത്യന്തികമായി പരോക്ഷമായി അവൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്നും ആ അനുഗമനം അവന് വരപ്രസാദത്തിൻ്റെ സ്വീകരണത്തിന് നിമിത്തമാകുന്നു എന്നുമാണ് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മാമോദീസ സ്വീകരിക്കാത്ത എല്ലാവരും ശിക്ഷിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് സഭയുടെ ഉത്തരം. ടീച്ചർ ചോദിച്ചതും ഇതിനോട് ബന്ധപ്പെട്ട ചോദ്യമാണ്. പല മതസ്ഥർ ഒരുമിച്ച് കൂടി ജീവിക്കുമ്പോൾ ചില മിശ്ര വിവാഹങ്ങൾ സഭയിൽ നടക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മിശ്ര വിവാഹം സഭയുടെ കാനൻ നിയമം അനുസരിച്ച്
ചില സന്ദർഭങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട്. അതായത് അക്രൈസ്തവനായ ഒരു വ്യക്തി ക്രിസ്ത്യാനിയായ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു. ഈ ക്രിസ്ത്യാനിക്ക് അവനെ കൂടാതെ ജീവിക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടാകുന്നു, അല്ലെ പ്രണയത്തിലാകുന്നു, അവർക്ക് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഈ അക്രൈസ്തവൻ മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയാകാനോട്ട് ഒരുക്കവുമില്ല. അതേസമയം ഈ പങ്കാളിയുടെ ക്രിസ്തീയ വിശ്വാസത്തെ ബഹുമാനിക്കാനും പങ്കാളിയെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളരാൻ അനുവദിക്കാനും ആ വ്യക്തിക്ക് തടസ്സവുമില്ല. അങ്ങനെയെങ്കിൽ അതൊരു സത്യവാങ്മൂലം രേഖപ്പെടുത്തി വികാരിയെ ഏൽപ്പിക്കുകയും മെത്രാണിച്ചൻ്റെ അനുവാദത്തോടുകൂടി ആ വിവാഹം പള്ളിയിലെ കൂദാശയായി നൽകാനും വ്യവസ്ഥയുണ്ട്. അതായത് അക്രൈസ്തവ വ്യക്തി അക്രൈസ്തവനായി നിന്നുകൊണ്ട് തന്നെ കത്തോലിക്ക വിവാഹ കൂദാശ പരികർമ്മം ചെയ്യാൻ സഭയിൽ നടപടികളുണ്ട്. അത് ചെയ്യാം, എന്നിട്ട് കൂദാശ ജീവിതം സ്വീകരിക്കാം. അതിനുള്ള വഴികൾ പോലും സഭ തന്നിട്ട് അതിനെയും അവഗണിച്ചുകൊണ്ട് ഒരു വ്യക്തി സഭയിലുള്ള കൂദാശയെ അവഗണിച്ച് ജീവിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ വിശ്വാസം ശരിയായ വളർച്ചയെത്തിയ വിശ്വാസമല്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വിശ്വാസം പൂർണ്ണതയില്ലാത്ത വിശ്വാസമാണെന്ന് പറയേണ്ടി വരും. ആ വ്യക്തിക്ക് വിശ്വാസമേ ഇല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ ആ വ്യക്തിയുടെ വിശ്വാസം ശരിയായ ദിശയിലുള്ളതോ പൂർണ്ണതയുള്ളതോ ആയ വിശ്വാസമല്ല എന്ന് ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതുകൊണ്ട് ആ വ്യക്തിയുടെ രക്ഷയെക്കുറിച്ച് അന്തിമ വാക്ക് ദൈവത്തിനെ പറയാൻ സാധിക്കുകയുള്ളൂ. രക്ഷയെക്കുറിച്ച് അന്തിമ വാക്ക് പറയാൻ നമുക്ക് അവകാശമില്ല. ആ വ്യക്തിയുടെ രക്ഷ ദൈവകരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കാം. താങ്ക് യു അച്ഛ. നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സമയം ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ്. വളരെ ക്രിയാത്മകമായ ഒരു ചർച്ചകൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നടക്കുകയുണ്ടായി. തീർച്ചയായും നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. വീണ്ടും നമ്മുടെ സംശയങ്ങളും ചിന്തകളുമായി അടുത്ത ഒരു എപ്പിസോഡിൽ നാം ഒരുമിക്കുന്നതുവരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. To the producer, CCAT Shalom Television, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, പിൻകോഡ് 673528.